കൂടി ലൈവ് ഇടുകയാണ് വീട് എന്തായാലും. അപ്പോ സാജടാ ശരിക്കും എനിക്ക് ആദ്യമായിട്ടല്ലേ നമ്മളിവിടെ ഹിറ്റ് എഫ്എം സ്റ്റുഡിയോയിൽ വരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാ നമ്മൾ ഇതുവരെ പടത്തിന് വന്നാലും ഇവിടെ ഇതുവരെ വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഇതിനുമായിട്ട് ഇങ്ങനെ കൂട്ടിയിടിച്ചിട്ടുണ്ട്. വന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ വരവിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ചേച്ചിയെ കൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മളെ പടം വെൽക്കം. അപ്പൊ എന്തായാലും അതാണ് ഇതുവരെ ഒരു ഇന്റർവ്യൂവിനും ഫാമിലി ആയിട്ട് വന്നിട്ടില്ല. ഇല്ല ഇത് ആദ്യത്തെ ഫസ്റ്റാ, അത് ഹിറ്റിനാണ്. അത് വേണം. ഞാൻ ചോദിക്കട്ടെ, ഈ നവോദയ എന്നുള്ള പേര് ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ നവോദയയിൽ നിന്നാണല്ലോ. അതെ അതെ അതെ, അവിടെ നിന്നാണ് തുടക്കം അല്ലേ? അതെ അതെ. ശരിക്കും അതിന് മുമ്പേ നമ്മുടെ ഇതിലൊക്കെ വന്നിരുന്നു. അല്ല, ഒത്തിരി ഞാൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ സ്റ്റേജ് പരിപാടി ഇഷ്ടം പോലെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മനോജ് ഗിന്നസ് പുതിയ ട്രൂപ്പ് തുടങ്ങുന്നത്, കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞു. അപ്പൊ ആ ട്രൂപ്പിലേക്ക് വിളിച്ച് അവിടെ ചെന്ന് ജോയിൻ ചെയ്തപ്പോഴാണ് മനോജ് ചേട്ടൻ ഇട്ട പേരാണ് സാജു നവോദയ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാരും PT സാജു എന്നാണ്. അതെ അതെ, അതിപ്പോ ആരെങ്കിലും വിളിച്ചാൽ പോലും ഞാനും തിരിഞ്ഞു പോകൂല. സാജു നവോദയെങ്കിലും അറിയണത്. പക്ഷെ എന്നാലും ഇപ്പോഴും ആൾക്കാർ അറിയപ്പെടുന്ന പേര് ആ പാഷാണം ഷാജി എന്നുള്ള പേര്. അതെ, ശരിക്കും പറഞ്ഞാൽ ആ പേര് വന്നപ്പോഴേ ജീവിതം രക്ഷപ്പെട്ടത്. സാജു PT എന്നുള്ള പേര് സ്കൂളിൽ തല്ലുകൊള്ളാൻ മാത്രമുള്ള പേരായിരുന്നു. അതെ, അതെങ്ങനെയാണ് പാഷാണം ഷാജിയിലോട്ടുള്ള ആ ജേർണി എന്ന് പറയാം? അത് നമ്മൾ ആ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് സ്കിറ്റുകൾ ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ സ്കിറ്റ് കളിക്കാൻ കയറണം. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ അതേ സെയിം പാറ്റേണിലുള്ള സ്കിറ്റ് എടുത്തിട്ട് വേറെ ടീം കളിച്ചവിടെ. അപ്പൊ പിന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് കളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉച്ച കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സ്കിറ്റാണ് പാഷാണം ഷാജി. അത് ശരി, അങ്ങനെ ഉണ്ടായതാണ് ഒരു മനസ്സുഖം. അതും ആ ടീം, നിങ്ങളുടെ ആ ടീം, രാജേഷ് പറവൂർ, പാണാവള്ളി അല്ലേ, രാജേഷ് പറവൂർ, സുധി, ജിഷോ, ജോഷി, എല്ലാം ഗംഭീര ആർട്ടിസ്റ്റുകൾ, എല്ലാവരും മത്സരിച്ച് അഭിനയിക്കുന്ന ആൾക്കാർ. രാജേഷ് ഞാനും കൂടെ ആ സമയത്ത് തന്നെ ഒരു 10 വർഷത്തിന്റെ അടക്കം ഞങ്ങൾ കോമ്പിനേഷൻ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നതിനാൽ നമുക്കറിയാം. എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന വേറൊരു സാധനമാണ് ബോക്സിംഗ്. അത് സുധി ആ സ്കിറ്റ് കളിച്ചിട്ട് അതിന്റെ ക്ലൈമാക്സ് പോർഷൻ എണീറ്റ് ശേഷം ഫ്ലോറിൽ നിന്ന് ഓടിപ്പോയിട്ട് ഒമിറ്റ് ചെയ്യുമായിരുന്നു. കാരണം അതിന് റീടേക്ക് ഇല്ല, ഒറ്റ ടേക്കിൽ അത് ചെയ്തേക്കണത്. അതൊക്കെ ഒറ്റ ടേക്കില്ല, ഇഞ്ചിമിഠായി. ഇപ്പോഴും ആ സാധനത്തിന്റെ കട്ട്സ് നമ്മുടെ റീലുകളിലും ഇതിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അവന്റെ ചിരികൾ വന്നുണ്ട്. ശരിക്കും അതെ, എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടനെ ഇപ്പൊ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് കളിച്ച ആൾക്കാരുമാണ് ശരിക്കും. അപ്പൊ സാജു നവോദയ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പാഷാണം ഷാജി ആയതിനു ശേഷമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാരെല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. എവിടെ ചെന്നാലും അതുപോലെ തന്നെ എല്ലാ ഷോസിലും ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയും സാജു നവോദയ, മനസ്സിലായിട്ടില്ലെങ്കിൽ പാഷാണം ഷാജി എന്ന് പറയുമ്പോഴാണ് വരിക. പക്ഷെ അത് കഴിഞ്ഞ് സിനിമയിലോട്ടുള്ള അഡ്വന്റ് എങ്ങനെയാണ്? സിനിമയിലേക്ക് വന്ന ഇതുപോലെ തന്നെ ഞാൻ ആ ചാനലിൽ പാഷാണം ഷാജി വന്നതിന് ശേഷം ഇങ്ങനെ സ്കിറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങാൻ പോണ്. അതിനു മുമ്പ് സിനിമ ചെയ്തിട്ടാ മമ്മാസിന്റെ അത് ചെയ്തായിരുന്നു. അതിൽ 2 കള്ളന്മാരുടെ വേഷം, അത് ഞാൻ രാജേഷ് പറവൂരുമായിരുന്നു. അത് ചെറിയ പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ജിബുച്ചേട്ടന്റെ വൈഫ് ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകയായിരുന്നു, ഞങ്ങളുടെ ടീമിന്റെ. അപ്പൊ അങ്ങനെ ചേച്ചിയാണ് ജിബുച്ചേട്ടനോട് പറഞ്ഞത് ഒന്ന് ആ ആളെ എടുക്കും നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ജിബുച്ചേട്ടൻ പറഞ്ഞു അത് വേണ്ട, മിമിക്രിക്കാരൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പിടിച്ചിരുത്തി കാണിച്ചു ഞങ്ങളുടെ സ്കിറ്റ്. അങ്ങനെയാണ് പുള്ളി ഓക്കെ പറഞ്ഞത്. അതുവഴിയാണ് എന്നെ കാണാൻ വന്നതും. ബാക്കി ടിനിച്ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളിക്കണത്. ഈ ഫസ്റ്റ് സിനിമയിലേക്ക് വിളിക്കുന്നത് ബക്രു ചേട്ടനാ. അല്ല, അത് ലിറ്റിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമ, വിനയൻ സാറിന്റെ പടം. അതിലേക്കാണ് ആദ്യം വിളിക്കുന്നത്. നടന്നത് മാന്നാർ മത്തായിയാണ്. സെക്കൻഡ് ലിറ്റിൽ സൂപ്പർമാൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വെള്ളിമൂങ്ങ. അതാണ് എന്റെ. അപ്പൊ ഇത്രയും പഠിച്ചേക്കായിരുന്നു മുടി. അതിൽ മുളച്ചു വന്നാണ് അങ്ങനെ ഹിപ്പി പോലെ ഇരുന്നത്. അല്ല, അവിടെ തൊട്ട് പിന്നെ നമുക്കറിയാം വെള്ളിമുങ്ങയിൽ ആ ക്യാരക്ടർ ഇപ്പോഴും, അതായത് ഒരു മറ്റേ ചുവന്ന നിക്കറൊക്കെ ഇട്ടിട്ട് മറ്റേ വന്നിട്ടുള്ള സീക്വൻസ് ഒക്കെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന സീക്വൻസുകളാണ്. കൂടുതലും നമ്മളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെയൊക്കെ കൂടെയുള്ള ചേട്ടന്മാരെ പോലെയൊക്കെ അതിലെല്ലാ ക്യാരക്ടറുകളും നമുക്ക് തന്നെ ഓർക്കൂല്ലേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. അപ്പൊ ഇപ്പൊ ഏതാണ്ട് ഒരു 100 പടത്തിൽ ആയി കാണും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അല്ലെ? ഉറപ്പിച്ചു. അപ്പൊ അതാണ് ആലോചിച്ച് നോക്കണം. അവിടെ സ്കിറ്റിൽ നിന്നും തുടങ്ങി അവിടെ നിന്ന് ശരിക്കും പിന്നീട് മിമിക്രി ട്രൂപ്പുകൾ, അവിടെ നിന്നും പാഷാണം ഷാജി എന്ന് പറഞ്ഞൊരു ഐക്കോണിക് ക്യാരക്ടർ, ഇന്നും ഇത്രയും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൂടെ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ അമറക് ബ്രന്തോണിയിൽ ആ ദുരന്തത്തിനെയാണ്. അത് ഈ പാഷാണം ഷാജിയും ദുരന്തവും ഒക്കെ എന്റെ ഒരു ഇതിലാണല്ലേ, ഒരു റിയൽ ലൈഫ് ഞാൻ അങ്ങനെയാ. അതാ ശരിക്കും അങ്ങനെയാണ്. ഞാൻ ഒരാളെ അല്ല, സീരിയസ്ലി ഇതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ അറിയും, ഷിജു അഞ്ചുമന, പേരും പറഞ്ഞല്ലേ, അതൊന്നും കുഴപ്പമില്ല, അവൻ അറിയാവുന്നവര്. പെണ്ണ് കണ്ടിട്ട് വന്ന്, അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി. അപ്പൊ എന്നെ കണ്ട് ഇത് ഞാൻ ഉറപ്പിച്ചു മോനെ, ഇതിൽ വേറെ മാറ്റമില്ല, അവരൊക്കെ അടി സെറ്റാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കുറച്ചേരം നോക്കിയിട്ട് പറഞ്ഞ്
നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, കുറച്ചു നേരം കഴിട്ടെന്ന് തന്നെ. 10 മിനിറ്റ് ആയപ്പോൾ പറഞ്ഞത് പെണ്ണിന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്ന് ആലോചിക്കാനുണ്ടെന്ന്. നടന്ന കാര്യമോ? പിന്നെ ഇതുപോലെ തന്നെ ബ്രിജിത്ത് എന്ന് പറഞ്ഞ അറിയുമായിരിക്കും. അവൻ ഈ കോമ്പേറിയാൻ കയറി. അപ്പം ഞാനൊന്ന് തോപ്പിൽ ജോപ്പിന്റെ ഷൂട്ട് നടക്കുക. അപ്പം എനിക്ക് സ്കിറ്റ് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവൻ ആദ്യം കയറി മലയാളക്കരയുടെ ഇങ്ങനെ പടപടപടപട പറഞ്ഞുകൊണ്ടിരിക്കുകയെ. ഇത് കഴിഞ്ഞ് അടുത്ത എല്ലാത്തിനും ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇവൻ്റെ ആങ്കറിങ്. അപ്പോൾ ഞാൻ കയറാനായിട്ട് നിൽക്കുക. അപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞു മലയാളത്തിൽ നല്ല തമാശകളുണ്ട്. ഇവൻ എന്തിനും ഇത്രയൊക്കെ പറയണമെന്ന് കുറച്ച് പറഞ്ഞാൽ പോലെ. ഇത് പറയലും ചുമച്ച് ബാക്കിൽ പോയി ഛർദ്ദിച്ചവൻ പ്രാണിവായി പോയി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്നും പറയണ്ട, പതുക്കെ അങ്ങോട്ട് പോവാ. അപ്പൊ എന്തായാലും ആ ദുരന്തവും ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഷാജി ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് ചെയ്തെങ്കിലും നമുക്ക് വേറൊരു ക്യാരക്ടറിലോട്ട് പോവാം. ശരിക്കും സിനിമകൾ വേറെയും കുറെ പറയാനുണ്ട്. പക്ഷെ അതിനിടയിൽ കടുവയില് വെറും കുറച്ച് സീക്വൻസുകൾ കൊണ്ട് ഞെട്ടിച്ച ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിന്റെ പിറകിൽ ഒരു സംഭവം ഉണ്ടല്ലോ, ശരിക്കും അത് വലിയ സംഭവം. അതൊന്നും പറയൂ. കാരണം എന്ന് വെച്ചാൽ എത്രയോ ആൾക്കാരെ ഷാജി കലാസ് ട്രൈ ചെയ്തിട്ട് ഷൂട്ടും ചെയ്തു, എന്നിട്ട് മാറ്റി ഷൂട്ട് ചെയ്താണ് സായിച്ചേട്ടനെ വെച്ചിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ഞങ്ങൾ രണ്ടും കൂടെ പട്ടീനെ കുളിപ്പിച്ചിട്ടുണ്ട് രാവിലെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പട്ടികളെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കുന്ന സമയത്ത് കോളും സഞ്ജു വൈക്കത്തിൻ്റെ കോള് വന്നേക്കണം. ഇങ്ങനെ ഷാജി കൈലാസ് സാറിൻ്റെ പടം നടക്കേണ്ട ഒരു ക്യാരക്ടർ ചെയ്യണം, ഒന്ന് വന്നോന്ന് പറഞ്ഞു. ഇന്ന് ഫ്രീ ആണ്. ഞാൻ പറഞ്ഞു ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ നേരെ ചെന്ന് ഞാൻ ക്യാരവാനിൽ കയറി ഇരുന്നപ്പോഴത്തേക്ക് മേക്കപ്പ് ചെയ്തിട്ട് മറ്റേ അവിടെ വേറൊരാളെ മേക്കപ്പ് ചെയ്യോ എന്താ പറയാ 4 പേര് ചെയ്തിട്ട് ശരിയാവും താനോട്ടാ. അത് ടെൻഷൻ അടിക്കണ്ട. കോസ്റ്റ്യൂം കൊണ്ടുവന്നിട്ട് ഞാൻ അയച്ചിട്ടാ കോസ്റ്റ്യൂമറാണ് തന്നിട്ട് ഇത് ഓക്കെ അല്ല ഏട്ടാ ഓക്കെ എന്ന് പറയും. 4 പേര് ചെയ്തിട്ട് പൊളിഞ്ഞു പോയി ആളാണെന്ന്. അത് കഴിഞ്ഞ് പ്രൊഡക്ഷന്റെ ഫുഡ് കൊണ്ടെന്ന് വെച്ച് ചേട്ടാ ഫുഡ് എടുക്കണം. ഞാൻ അവിടെ നിൽക്ക്, ഈ ഷോട്ടൊന്നും കഴിഞ്ഞോട്ടെ. അവിടെ ചെന്ന് ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയിരുന്നു. ഓക്കെ വെച്ച് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞ് ഇന്ന പോലെ 1 നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ 1 ചെയ്ത്. അപ്പോൾ പറഞ്ഞ ഒരു മോഡുലേഷനൊക്കെ ഒന്ന് മാറ്റി പറയേണ്ടത് പൃഥ്വിരാജ് എല്ലാവരും പറഞ്ഞു തന്നു. 2ാമത്തെ ടേക്കിന് ഫുൾ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഉറപ്പില്ലായിരുന്നു. അല്ല ഇത്രയും ചെയ്തെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ. അപ്പൊ അത് ചിലപ്പോ എന്തോ സാറിനത് ഇഷ്ടപ്പെട്ടത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത്രയും വലിയൊരു പടത്തില് ഇന്റർവ്യൂല് വരെയും അവരത് പറഞ്ഞൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പേരെ മാറ്റിയിട്ടാണ് അവസാനം സാജുവിന്റെ ക്യാരക്ടർ അവിടെ ഫിക്സ് ചെയ്തത്. അത് ഭയങ്കര ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹീറോ ആയിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പടം കരിങ്കണ്ണനാണല്ലേ? അതെ അതെ അല്ലെ? കരിങ്കണ്ണൻ ഒരു ഭയങ്കര അതിനകത്ത് ആ പോസ്റ്റേഴ്സ് പറ്റിയ ക്യാരക്ടറാണെന്നാണ് പറഞ്ഞത്. അത് എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. അല്ലാണ്ട് ഒരു നായകനായിട്ട് പടം ചെയ്യാനല്ല. ശരിക്കും നമ്മൾ എന്താ ഈ ഭക്ഷണം ഷാജി എന്തോ അതുപോലത്തെ ഒരു റൂട്ടാന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ പറഞ്ഞത്. പക്ഷെ അത് പടം നന്നായിട്ട് ചെയ്തായിരുന്നു. വില്ലനായിട്ടൊരു പടം ചെയ്തില്ലേ? ഞാനിപ്പോ ഒരു പടം ചെയ്തായിരുന്നു. അതെന്തായിരുന്നു അത്? ഇത് അതിനകത്തൊരു പ്രോപ്പർ നെഗറ്റീവ് ഷെയ്ഡിലുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം ചെയ്ത് വില്ലന് നായകനും ഞാൻ തന്നെ ആയിട്ട് പോത്തും തല എന്നുണ്ട്. അതിന്റെ പേര് നോക്കിയേ എങ്ങനെ പോയാലും കറങ്ങിത്തിരി ഇങ്ങനെ വരുള്ളൂ എന്നല്ലേ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒരുപക്ഷെ സായിച്ചേട്ടൻ്റെ അറിയാത്ത ഒരു പോർഷൻ, ഞാനത് സായിച്ചേട്ടൻ അധികം അഡ്വർടൈസ് ചെയ്തിട്ടില്ല, സായിച്ചേട്ടൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം. ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ പരിസരത്തുമൊക്കെ ഉള്ള പല ആൾക്കാർക്കും വേണ്ടിയിട്ട് ചെറിയ ഷോസ് വരെ നടത്തി അവർക്ക് വേണ്ടിയിട്ട് പണം പിരിച്ചു കൊടുക്കാറുണ്ട്. അത് ഒരുപാട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാം. അതായത് മിക്കവാറും നമ്മുടെ അടുത്തൊക്കെ വിളിച്ച് പറയും, അതായത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതാണ് അത് ഇപ്പോൾ ഇത്രയും ആൾക്കാർ അവർക്കുള്ള പൈസക്ക് വേണ്ടിയിട്ടാണ്, അപ്പൊ ഒന്ന് വന്നേക്കണം കേട്ടാ എന്നുള്ള രീതിയിലല്ലേ അത്. അങ്ങനെ ഒരു നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരു സ്ഥലത്ത് ഒരു കൊച്ചിന് അമൃതയിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. അപ്പൊ ഇങ്ങനെ അവിടുത്തെ പഞ്ചായത്ത് ടീമെ കൂടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഷോ ചെയ്തു തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷോ ചെയ്തു തരാം, 5000 രൂപ കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾ ആ ഇന്റർവെൽ സമയത്ത് എന്റെ കൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞു പൈസ എനിക്ക് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു കുഞ്ഞിന് വേണ്ടിയിട്ട്. അതിന്റെ സർജറി ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ഇവർ 7 ലക്ഷം രൂപ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ഈ കുട്ടിയുടെ അച്ഛൻ്റെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചേട്ടാ ഇത്ര ഫണ്ട് കൂടി 3 ലക്ഷം കൂടി വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ കാശുണ്ട്, ചേട്ടൻ വന്ന് നമുക്ക് അവരെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ തന്നെ ഏൽപ്പിച്ചോളാൻ പറഞ്ഞു. നല്ലൊരു കമ്മിറ്റിക്കാർ എല്ലാം വളരെ ഭംഗിയായിട്ട് ആ പഞ്ചായത്തുകാരെ കൂടി അത് ചെയ്തു. പിന്നീട് നമുക്ക് കുറേ കാര്യങ്ങൾ വന്നു. ഇതുപോലെ തന്നെ ഒരു വീട് ക്യാൻസർ പേഷ്യൻറ്റിനെ കാണാനായിട്ട് ഞാനും വൈഫും കൂടി ചെന്നാൽ മെഡിസിനൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്ലെക്സ് ഇട്ടേക്കണ ഒരു ചെറിയൊരു ഷെഡ്, അതിൻ്റെ ഉള്ളിൽ ഫ്ലെക്സ് ഇട്ടിട്ട് കിടക്കണ ഒരു പെണ്ണ് പേഷ്യൻ്റ്. അപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിൻ്റെ പൊട്ടത്തരത്തിന് നമുക്കൊരു ചെറിയ വീട് വെച്ച് കൊടുത്തല്ലാന്ന് ചോദിച്ചു. എന്താണെന്നറിയാമോ അത്? 2 പെൺകുഞ്ഞുങ്ങളാണ്, +1 +2 പഠിക്കണം. ഇവര്
ബാത്റൂമിൽ പോണത് അതിരാവിലെ വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് പറമ്പിൽ പോകണം. ഈ പ്രായത്തിലുള്ള കുട്ടികളാണ്. പിന്നെ നൈറ്റും അതേപോലെ രാത്രി പോകണം അവരവിടെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വൈഫ് പറഞ്ഞു നമുക്കൊരു ചെറിയൊരു വീട് വെച്ച് കൊടുക്കാമെന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നാട്ടുകാരെ കൂടി നമ്മളിതെല്ലാം സെറ്റാകും, ഒരു കട്ട എടുക്കാൻ ഒരാളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ മോപ്പിച്ച് എല്ലാം ചെയ്ത് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് വനജയ്ക്കൊരു വീടെന്ന് പറഞ്ഞിട്ട് 10 രൂപയുടെ ഒരു കൂപ്പൺ, 1 ലക്ഷം കൂപ്പൺ അടിച്ചു. അപ്പോൾ നമുക്ക് 10 ലക്ഷം രൂപയായി. ഇതായിരുന്നു പ്ലാനിങ്. അങ്ങനെ വന്ന് ഫസ്റ്റ് കല്ലിട്ടെന്ന് എല്ലാവരും മുങ്ങിയിട്ട് ഞാനും വൈഫും അനീസ് എന്ന് പറഞ്ഞ എൻ്റെ പയ്യനും ഉണ്ട്, ഈ 3 പേരായി. അടിച്ചു വെച്ച കൂപ്പണൊക്കെ അവിടെ തന്നെ. അവസാനം വീട് ഞങ്ങൾ തന്നെ വെച്ചു കൊടുത്ത്. ഈ പറഞ്ഞ പോലെ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും കിച്ചൺ വർക്ക് ഏരിയ ഹാളെല്ലാം ആയിട്ടൊരു വീട് ഞങ്ങൾ വെച്ചു കൊടുത്തു. അവിടെ പണിയാൻ നോക്കിയിരുന്ന ആൾ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയി. തറ ഇടുന്ന സമയത്ത് ഞാൻ എനിക്ക് കണ്ണൂർ ഷൂട്ട് നടക്കുക. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ആളെ ഏൽപ്പിച്ച് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ പൊക്കത്തിന് തറയിട്ട് വെച്ചേക്കുന്നു വീടിൻ്റെ. ഞാൻ ചോദിച്ചു ഇതെന്തായി കാണിച്ച 16 ലോഡ് കല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താന്ന് പറയാ, വെള്ളം നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല, അറബിക്കടലിന് ഇത്രയും ഭിത്തി മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ചെയ്യേണ്ട. ഞാൻ പിന്നെ ഞാൻ തന്നെ. അപ്പോൾ പൈസ നമ്മൾ ഇങ്ങനെ അവിടെ എൻ്റെ സഹോദരങ്ങൾ റെന്റിന് താമസിക്കുന്നവരുണ്ട്, അവരെയൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് വിഷമം തോന്നും. പിന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോഴത്തേക്ക് കോളേജിലെ പിള്ളേരാണ് ചേട്ടാ പൈസ ഒന്നും ഇല്ല. കുഴപ്പമില്ല മോനെ, ഒരു 5 ചാക്ക് സിമെന്റ് എടുത്താൽ വീട്ടിൽ കൊടുത്താന്ന് പറയും. അങ്ങനെ ചെയ്ത് വീട് വെച്ച് കൊടുത്ത് അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി. അത് നമുക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം മിമിക്രിയിലുള്ള ആൾക്കാർക്കും ഒക്കെ പ്രത്യേകമായിട്ട് അറിയാം. സാധിച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഈ പറയുന്നത് പോലെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ഇതേപോലുള്ള ആൾക്കാർക്ക് ഇതെന്താ അറിയാമോ, ഞാൻ ഇപ്പോഴാട്ടാ പിന്നീട് ഓരോരുത്തർ അറിഞ്ഞിങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞോളൂ. ഫ്ലഡ് നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കാറ്ററിംഗ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഇട്ടിട്ട് ഞാനും വൈഫും കൂടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകും, ലഞ്ചും കൊണ്ട് വേറെ അങ്ങനെ കുറേ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. വൈഫിൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളും. അങ്ങനെ ഒരു സ്ഥലത്ത് ഏലൂർ ഒരു സ്കൂളിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് കൊണ്ടു കൊടുത്തു ഞങ്ങൾ. അപ്പോൾ ഈ ലേഡീസിൻ്റെ ഒക്കെ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഇവർക്ക് അറിയാവുന്ന അങ്ങനെയുള്ള കൊണ്ടു കൊടുത്തപ്പോൾ ഒരമ്മ ജനലിൻ്റെ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറയും, എൻ്റെ സാരിക്ക് മാച്ചല്ല അണ്ടർ സ്കേർട്ട് ഞാൻ എൻ്റെ അമ്മക്ക് പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതല്ല അതാ നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പറയണത്. ഡെഫിനറ്റ്ലി. അതുപോലെ ഇതിന്റെ ഒക്കെ പുറമെ ഇനി അടുത്ത വേറൊരു കാര്യം കൂടി പറയാം. ആ ഫാസറ്റ് നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, കാരണം അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ്. മാ ഫൈറ്റേഴ്സിന്റെ ക്യാപ്റ്റനാണ്. ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. അതും വൈഫ് വളവൂര് പണയം വെച്ച് തന്നിട്ടാണ് ഞാൻ കിറ്റൊക്കെ മേടിച്ചത്. കാരണം സംഘടന സഹായിക്കൂല എന്ന് പറഞ്ഞ സമയത്ത്. അപ്പൊ പിന്നെ ഈ 10 പേർക്കുള്ള കിറ്റ് കാര്യങ്ങൾ ജേഴ്സി ഒക്കെ അടിക്കണ്ടേ. അങ്ങനെ അടിച്ച് അന്ന് ഞങ്ങൾ ആദ്യത്തെ കളിക്ക് ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാരും കൂടി അടിച്ച 10 റണ്ണ. അതിലൊരുത്തനൊരു 6 അടിച്ച് 4 റണ്ണ എടുത്തത്. ആദ്യമായിട്ട് ഇറങ്ങണല്ലേ. ഈ ടീമിനെ വെച്ച് ട്രിവാൻഡ്രത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 24 ടീം പങ്കെടുത്തതിന് നമ്മൾ കപ്പടിച്ച് ഈ ടീമിനെ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നേക്കുന്ന ടീമാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞ മാസം കപ്പടിച്ചായിരുന്നു. മിമിക്രിക്കാരാണ്. അറിയപ്പെടുന്ന ഇപ്പൊ ചാനലിൽ ചെയ്യണ ഷാഹുല് എല്ലാവരും ജയസൂര്യയുടെ ഡ്യൂപ്പ് ചെയ്യണത്. അങ്ങനെ പിന്നെ ഒരു ചിരി ഇരുചിരി മമ്പർച്ചിട്ടിലെ ശ്രീജിത്ത്, ശിവപ്രസാദ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നല്ല പ്ലേയേഴ്സാണ്. പിന്നെ ഞാൻ ക്യാപ്റ്റനായിരിക്കണതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടീം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങാം, ഫസ്റ്റ് ബോൾ ചെയ്യാം. അതിനുവേണ്ടി അല്ല ഞാൻ പറഞ്ഞാട്ടാ. പക്ഷെ ഞാൻ 7ാമതൊക്കെ ഇറങ്ങണത്. കഴിഞ്ഞ ദിവസം 8ാമത് ഇറങ്ങി. കാരണം കളി 23 റൺ വേണം, 2 ഓവറുള്ളൂ. ഞാൻ 8ാമത് ഇറങ്ങിച്ചാൽ ഞാൻ അടിച്ചെടുത്തിട്ട് ഞാൻ പോകുന്നു. നമ്മള് ഈ വെടിക്കെട്ടിന്റെ ഒക്കെ ഉണ്ടല്ലോ ലാസ്റ്റിലേക്ക് എടുക്കുന്ന സാധനം വെക്കണം. ഒരൊറ്റ കാര്യം കൂടി നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ സിനിമയുടെ കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടില്ല. അതായത് ഇന്ന് സാജിയുടെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സാജിയുടെ പടം റിലീസാണ്. അതായത് 31-ാം തീയതി അല്ലേ റിലീസ്? 31-ാം തീയതി റിലീസാണ്. അങ്ങനെ ആ പടത്തിനകത്ത് ക്യാരക്ടർ കാര്യം പറഞ്ഞില്ല. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ. എന്താണെന്നുള്ളത് പറയാമോ? ആദ്യത്തെ അമർ അക്ബറിലെ ആ ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പൊ 2ാമത് ചെയ്യുന്ന നാഷികയുടെ പടം 3-4 പടത്തിന് ശേഷം ചെയ്യണത്. അതിൽ നല്ല ഗംഭീര ക്യാരക്ടറാണ് എനിക്ക് തന്നേക്കണത്. എന്തായാലും നാഷിക്കും റാഫി സാറും കൂടെ കൂടിയേക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ. ഇത് കാരണം രണ്ടും കോമഡിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആൾക്കാർ. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ ഔട്ട്പുട്ട് സിനിമയിലുണ്ട്. പിന്നെ ഒരു പ്രത്യേകത, റാഫി സാറിന്റെ മോനാണ് ഇതിലത്തെ നായകൻ മുബിനെ സംബന്ധിച്ചോണ്ട്. മുബിൻ നല്ല പയ്യനാണ്, അടിപൊളിയാണ്. കാരണം അവൻ അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അർജുന ഷോ ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്,
പിന്നെ ജാഫർക്ക് ഉണ്ട്, സകല ആൾക്കാരും ഉണ്ട്. സഞ്ജയാണ് ഹീറോയിൻ അല്ലേ? അതെ അതെ അതെ, എല്ലാവരും ഉണ്ട്. അതിൽ ഷൈൻ്റെ ക്യാരക്ടർ ഭീകര ക്യാരക്ടറാണ്. കാരണം നമ്മൾ എന്താണ് ഷൈനിൽ നിന്ന് കിട്ടണ്ടെന്നുള്ളതില്ലേ, അത് കറക്റ്റ് കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗംഭീരമാണ്. അതുപോലെ തന്നെ 5 പാട്ടുണ്ട് സിനിമയിൽ, അതും സൂപ്പർ പാട്ടുകളാണ്. നമ്മൾ എന്തായാലും ഫാമിലി ആയിട്ട് പോയി കണ്ടാൽ നമുക്ക് ഒരു നഷ്ടവും ഇല്ല, നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി പോരാൻ പറ്റും, ആസ്വദിച്ച് കാണാൻ പറ്റുന്ന. അതെ അതെ. അപ്പോൾ ഉറപ്പായിട്ടും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി അപ്പൊ അങ്ങനെ നാളെ തൊട്ട് അല്ല മറ്റന്നാളെ തൊട്ട് തിയേറ്ററുകളിൽ എത്തുകയാണ്. ഞാനും എത്തും. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഇതിന് വേണ്ടി തിയേറ്ററിൽ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇരിക്കല്ലേ രാജ് ഫിലിംസിന്റെ. രാജേട്ടാ തിയേറ്ററിൽ അപ്പൊ ഇദ്ദേഹമായിട്ടൊരു ഷോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നില്ലേ? തീർച്ചയായും. അപ്പൊ നമ്മുടെ മറ്റേ സ്ക്രീനിങ്ങിന് ഇദ്ദേഹം വരുന്നുണ്ടാവും. അതാണ് ചോദിച്ചത്. അതായത് നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ സ്ക്രീനിങ് നടക്കുന്നുണ്ട്. ഈ വരുന്ന 31-ാം തീയതി സ്റ്റാർ ഗാലറിയിൽ വെച്ച് നടക്കുന്ന വൈകുന്നേരം 8 മണിക്ക് നടക്കുന്ന സ്ക്രീനിങ്ങിൽ സാധിച്ചേട്ടനും ഡാൻസ് ഉണ്ടാവും. ചുമ്മാ പറഞ്ഞാൽ ഒന്നും അറിയാതിരുന്ന ആളിനെ പേടിപ്പിച്ചത് ഇപ്പൊ താഴ്ത്തു വീണേ. ഒന്നാമതാ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതെ. അപ്പൊ തീർച്ചയായും അയ്യോ വേറൊരു കാര്യം ഈ സമയത്ത് ചോദിക്കാതെ വിടാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നതാണല്ലോ ബിഗ് ബോസ്. നിങ്ങൾ അതിനകത്ത് പഴയ പാർട്ടിസിപ്പന്റ് അല്ലേ? അതെ. ഇപ്പൊ ആ വീട്ടിൽ ഇപ്പം വീടും അതിനകത്ത് ചുറ്റിപ്പറ്റിയൊക്കെ ഒരുപാട് വിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. എന്താണ് സാധിച്ചോടെ ബിഗ് ബോസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല? അല്ല ഞാൻ പറയട്ടെ, ഇതിനകത്ത് എന്താണെന്ന് അറിയാം, നമ്മളൊരു ഗെയിമാണ്. ആ ഗെയിം ജയിക്കാനായിട്ട് അത്യാവശ്യം എല്ലാ കളിയും കളിക്കരുത്. നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുമ്പോഴത്തേക്ക് അവിടെ കളിക്കുന്നതിന്റെ റൊണാൾഡോക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്, മെസ്സിക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് വെച്ചിട്ട് അവര് പിന്നെ വന്നിട്ട് അവരുടെ പെർഫോമൻസിനെ നമ്മൾ മാനിക്കാതിരിക്കുവോ? സത്യം ഇല്ല, ഇതൊരു ഗെയിമാണ്. അല്ലെ പിന്നെ നമുക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ലുഡോ കൊടുത്താൽ പോരെ എല്ലാവർക്കും കളിക്കാനായിട്ട്. ഇവിടെ എനിക്ക് ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരു 2-3 ചോദ്യങ്ങൾ വിപിൻ ചോദിച്ചിരിക്കണം. ബ്ലൂ സ്റ്റാറിലെ കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് ചോദിക്കണം ഇതിനെ. ബ്ലൂ സ്റ്റാർ എന്താണ്? കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ തമിഴ് മൂവിയാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ ഹിറ്റ് പടമാണ്. അശോക് സെൽവൻ നായകമായിട്ടുള്ള പടം. ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അത് ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ നായകനായിട്ടുള്ളൊരു പടം. അത് ക്രിക്കറ്റ് ബേസ്ഡാ. ഇതിങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ശ്യാം എന്ന് പറഞ്ഞിട്ട്, അവിടെ ഈ യോഗി ബാബു സാർ ചെയ്യേണ്ട ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഡേറ്റ് ഓക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ഞങ്ങൾ പറയാവേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി പറഞ്ഞു ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ പിന്നെ വിളിച്ചിട്ടുണ്ട് ഡേറ്റ് ഇന്ന ദിവസമാണെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനക്കില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറയും പിന്നെയും പുള്ളി വരാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് എനിക്ക് തന്നെ അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് പടത്തിൽ ആ ബുള്ളറ്റ് ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അത്രയും സമയം തിയേറ്ററിൽ നല്ല കൈയടി. ഞാൻ തിയേറ്ററിൽ പോയി, തിയേറ്റർ വിസിറ്റിന് പോയി, ഭയങ്കര സന്തോഷമായി. അടിപൊളി. അപ്പൊ ബ്ലൂ സ്റ്റാറിലെ കഥാപാത്രം വിപിനൊക്കെ അയച്ചേക്കുന്ന മെസ്സേജ് ആണ് കണ്ടിട്ട് ഭയങ്കര അഭിപ്രായമാണെന്നുള്ളത് പറയായിരുന്നു. പുള്ളിയുടെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞത്. താങ്ക് യു. അതിനിടയ്ക്ക് വേറൊരു റിക്വസ്റ്റും കൂടി വന്നിട്ടുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വെറുതെ വിടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സിംഗറാണ് എന്നറിയാം, ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് പാടാതെ പോകില്ല. അതാ കൂടെ ഇരുന്ന് പാടിക്കണം. വന്നതേ പെട്ടെന്ന് പറഞ്ഞേ. അപ്പൊ എന്തായാലും പ്രിയ സുഹൃത്ത് ചോദിച്ചല്ലോ, നല്ല സിംഗർ അല്ലെങ്കിലും ഞാൻ എന്തായാലും സിംഗർ അല്ലെങ്കിലും ഞാൻ പാടും. ഓക്കെ, 2 വരി പാടാം. 2 വരി നാടൻ പാട്ടാ, അതാകുമ്പോ പെട്ടെന്ന് സ്കിപ്പാവാ. അരിയനെല്ലിൻ്റെ പോലെ ഞാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട്. ആരിയനെല്ലിൻ്റെ പോലെ ഞാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട്. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ട് കേട്ട് നീയുറങ്ങ്. ആരിയനെല്ലിൻ്റെ പോലെ ഞാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട്. നമുക്ക് കട്ടക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ബുള്ളറ്റ് ബാബുവിനെ കണ്ട് ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. അല്ല, ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിന്റെ ഡയറക്ടർ സാറ്. അയ്യോ, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാ. നമ്മൾ ഒരു ട്രൗസർ ഇട്ടിട്ട് താഴത്തൊക്കെ വന്നിരുന്നിട്ടാ പറഞ്ഞായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യൻ, വളരെ നല്ല മനുഷ്യനാണ്. അപ്പൊ എന്നോട് വെച്ചാൽ തമിഴ് പറയുമെന്ന്. ഞാൻ പറഞ്ഞ തമിഴൊക്കെ എനിക്ക് കുഴപ്പമില്ല, നമ്മൾ എന്തോ ഒരു അണ്ണന്മാരെന്ന് കാശെടുത്തേക്കണോ, അപ്പൊ അവരോടൊക്കെ സംസാരിക്കണ്ടേ. വീടിന്റെ അവിടെ പലിശക്ക് പൈസ അല്ലേ, ഈ ആഴ്ച ഇല്ലെന്നെങ്കിലും നമ്മൾ പറയണ്ടേ. അതെ, ഇത് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചൊരു ഷോ ഉണ്ടായിരുന്നു സൺഡേ എന്ന് ഷെബി പറഞ്ഞിട്ടുണ്ട്. ജിനുവിന്റെ ഷോ ഉണ്ടായിരുന്നു. ജിനുവിന്റെ ഷോ അവിടെ ഞാൻ ഷാർജ. ഷെബി ഹായ്. അതെ,
ലൈവ് ഇട്ടിട്ടുണ്ട് ലിബിൻ. നേരെ നമ്മുടെ ഫേസ്ബുക്കിൽ പോയാൽ ലൈവ് കാണാം കേട്ടോ. ലൈവിൽ നമ്മുടെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ആ ലൈവ് എന്തായാലും കണ്ടോളൂ. എന്തായാലും ആരെങ്കിലും ഇപ്പോൾ ഈ ഇന്റർവ്യൂ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈവ് പോയി തിരിച്ച് കാണാവുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്കിൽ ലൈവായിട്ട് കിടപ്പുണ്ട്. താങ്ക്സ് ലോട്ട് വൺസ് അഗൈൻ. വന്നതിന് വളരെയധികം നന്ദി. ചേച്ചിയായിട്ട് വന്നതിന് അതിന്. അപ്പോൾ എന്തായാലും നമ്മളുടെ സിനിമ 31-ാം തീയതി നമ്മുടെ സിനിമ ഇറങ്ങണു. അപ്പോൾ എല്ലാവരും കാണുക, തീർച്ചയായിട്ടും വരിക. കാരണം അന്ന ദിവസം ഞാനും ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് സിനിമ കാണാം. ഫാമിലി ആയിട്ട് വാ. എന്റർടൈൻമെന്റാ. ഓക്കെ.